അയ്യ വണക്കം. എന്തൊക്കെ ബഹളമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം ജാമ്യം കിട്ടും. രാഹുൽ മാങ്കൂട്ടൻ കോടതി പോലും കയറണ്ട, നേരെ കോടതിയുടെ വരാന്തയെ കൂടെ ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. ജഡ്ജി പുറത്തിറങ്ങി വന്ന് രാഹുലിനെ നോക്കി സല്യൂട്ട് അടിച്ച് ജാമ്യം എടുത്ത് വെച്ച് കൊടുക്കും. പോരാത്തതിന് രാഹുലിന് ഇപ്പോൾ ജനപിന്തുണ ഏറുന്നു. മാങ്ങാത്തൊലി തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മിണപ്പായിരുന്നു. ഇപ്പം ഒരനക്കവും ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയെക്കുറിച്ചാണ്. ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിന് ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ചാനലാണ്, കാണുന്ന ഒരു ചാനലാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു ജേർണലിസ്റ്റാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. പിണറായി സർക്കാർ നിരന്തരം വേട്ടയാടുന്ന ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. എൻ്റെ ഈ ചാനലിൽ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസിൽ പിന്തുണയ്ക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. പിന്നെ ഈ മാധ്യമ പ്രവർത്തകരെ വിമർശിക്കാറുണ്ടല്ലോ, അത് ഷാജൻ സ്കറിയ നല്ലപോലെ മാധ്യമപ്രവർത്തകരെ വിമർശിക്കും. അപ്പോൾ ഈ ഷാജൻ സ്കറിയെ വിമർശിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ ഷാജൻ സ്കറിയ പറയുന്ന കാര്യങ്ങളും ഷാജൻ സ്കറിയ എടുക്കുന്ന കാര്യങ്ങളൊക്കെ വിമർശിക്കാനും ആ ഷാജൻ സ്കറിയ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ നോക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. ഇദ്ദേഹം ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുഴപ്പമില്ല, ഇപ്പോൾ ജാമ്യം എടുത്ത് കൊടുക്കുമെന്ന്. കോടതി എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ പന്ന ഫ്രാഡിന് ജാമ്യം പോലും കൊടുക്കാൻ പറ്റില്ല, ഇവൻ വെറും അലവലാതിയാണ് എന്ന രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് കോടതി പറഞ്ഞത് ഈ നടന്ന ഈ ബലാത്സംഗം ഉണ്ടല്ലോ, അത് ഉഭയസമ്മത പ്രകാരമല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇപ്പം 7 പേജുള്ള വിധി പകർപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ വിധി പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഷാജൻ അണ്ണൻ വിടാനായിട്ട് തയ്യാറല്ല. ഷാജൻ അണ്ണൻ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരണമല്ലോ, കോൺഗ്രസ്സിൽ അധികാരത്തിൽ വരണമെന്നുള്ളത് കൊണ്ട് തന്നെ അണ്ണൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വിടുന്നുണ്ട്. ഇന്നൊരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട് ഷാജൻ അണ്ണൻ. ആ വീഡിയോയിൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് CPM മിണ്ടിയാൽ ജയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ അതിജീവിതയൊക്കെ അപമാനിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകുമല്ലോ. അതുകൊണ്ടാണല്ലോ ഷാജൻ അണ്ണൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ താഴെ കമൻറ്റോളികൾക്ക് വേണ്ടി ഒരു കമൻറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ വീഡിയോയുടെ താഴെ ആരെങ്കിലും കമൻറ്റ് ഇട്ടാൽ ദയവ് ചെയ്ത് എന്നെ വന്ന് ഉപദ്രവിക്കരുതേ, അതൊക്കെ അവർക്കാണ്. അത് കോടതി പറഞ്ഞിട്ടല്ലേ ഇട്ടത്. കോടതി എന്താണ് പറഞ്ഞത്? അതായത് നിങ്ങൾ പറയുന്ന കേസിലെ സ്ത്രീകൾക്ക് എതിരെ ആരെങ്കിലും വന്ന് നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണെന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്താ? ആ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത് അണ്ണനാണ് അല്ലേ? അണ്ണനായതുകൊണ്ട് തന്നെ അണ്ണൻ്റെ അതിൻ്റെ താഴെ വന്ന് ഞാൻ ആ സ്ത്രീക്കെതിരെ എടി മറ്റവളെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അണ്ണ അകത്ത് പോകും. അതുകൊണ്ട് അണ്ണൻ ഒരു പ്രിക്കോഷൻ എടുത്തു, എനിക്കൊരു ഉത്തരവാദിത്വമില്ല, അതൊക്കെ നിങ്ങളായി നിങ്ങളെ പാടായെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ. അപ്പോൾ മിണ്ടിയാൽ ജയിൽ എന്നുള്ളതല്ല, ഇതൊക്കെ നിയമമാണ്, അത് മനസ്സിലാക്കണം. പിന്നെ അണ്ണൻ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഈ കോടതി ചോദിക്കും അത്രേ പോലീസിനെ ഇങ്ങനെ മുട്ടയെ നിർത്തി കോടതി ഇപ്പോൾ ചോദിക്കാൻ പോണേ ഉള്ളൂ. അത് രാഹുൽ ജയിലിൽ കിടന്ന് പോലീസുകാരോട് പറഞ്ഞു രാഹുൽ ആരെയും വിടില്ല. ആ വീഡിയോ അണ്ണൻ പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ആ വീഡിയോയുടെ അണ്ണൻ്റെ തമ്പുനെയിലെന്ന് പറഞ്ഞ് ജയിലിൽ കിടന്ന് പണി തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. വേട്ടപ്പട്ടികൾക്ക് ആവലാതി എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ വേട്ടപ്പട്ടികൾ കടിച്ചു കീറുന്നത് അതിജീവിതമാരെയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ആ വേട്ടപ്പട്ടികൾ കടിച്ചു കീറുന്നത് അതിജീവിതമാരെയാണ്. അതായത് ഞാനിത് ഈ ചാനലിൽ തന്നെ കൃത്യവും വ്യക്തവുമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് അതിജീവിതയായിട്ടുള്ളൊരു സ്ത്രീയുടെ പേര് പുറത്തു വിടാൻ പാടില്ല എന്നുള്ളത്. ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കെതിരെ ഒരു യുവതി പീഡന പരാതി ഉന്നയിക്കുന്നു. ഇനി അത് വ്യാജ പീഡന പരാതിയാണെങ്കിൽ പോലും ആ സ്ത്രീയുടെ പേരോ കാര്യങ്ങളോ പുറത്തു വിടാൻ പാടില്ല എന്നുള്ളത് ഞാൻ അങ്ങനെ പറയും. കാരണം അത് പുറത്തു വിടാൻ പാടില്ല. കാരണം ഇനി അത് വ്യാജ പരാതിയാണെങ്കിൽ തന്നെയും ആ സ്ത്രീയുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ തന്നെയും ആ സ്ത്രീ സൈബർ ആക്രമണത്തിന് വിധേയയാവും. അങ്ങനെയാണെങ്കിൽ റിയൽ ആയിട്ടുള്ള അതിജീവിതമാരുണ്ട് സമൂഹത്തിൽ. ചിലപ്പോൾ 1-2% മാത്രമേ ഇവർ കാണത്തുള്ളൂ. അങ്ങനെയുള്ള അതിജീവിതമാർ ഭയപ്പെടും. അവരാണ് യഥാർത്ഥത്തിൽ ഭയപ്പെടാൻ പോകുന്നത് ഈ വ്യാജ അതിജീവിതമാരെ കൊണ്ട്. അതുകൊണ്ട് അവരുടെ പേരും പുറത്തു വിടണ്ട. വേണ്ടത് എൻ്റെ കേസ് ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്ത ഈ പെണ്ണും പിള്ള ഇവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക. പിന്നെ ഒരു നിയമം കൊണ്ടുവരേണ്ടത് പുരുഷൻ്റെയും സ്ത്രീയുടെയും പേരുകൾ പുറത്തുവിടരുത്. അതായത് ഒരു പീഡന കേസ് വന്നു കഴിഞ്ഞാൽ സ്ത്രീ അതിജീവിതയും പീഡിപ്പിച്ച പുരുഷൻ്റെ പേരും പുറത്തുവിടരുത്. കാരണം അയാൾ ക്രിമിനലാണെന്ന് കോടതി തെളിയിച്ചാൽ മാത്രം പുറത്തു വിട്ടാൽ മതി. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഏകദേശം തീരുമാനമാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അണ്ണ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇപ്പോൾ കോടതി ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തത് ഭീകരന്മാരെ കസ്റ്റഡിയിലെടുക്കുമ്പോഴാണ് എടുത്തതെന്ന്. അല്ലാതെ ഇവനെ എങ്ങനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കും? അല്ല, ഏത് ക്രിമിനലിനെ കസ്റ്റഡിയിലെടുത്താലും നമുക്ക് വേണമെങ്കിൽ ഇത് പറയാമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് മരട് അനീഷ് ഞാൻ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഷ്വലൊക്കെ മറുനാടൻ മലയാളി അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തു വിട്ടാണ് എങ്ങനെയാണ് എടുത്തത്. അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് പോലീസ് എടുത്തുകൊണ്ട് പോകുമ്പോഴല്ലേ പോയത്. അല്ലെങ്കിൽ തന്നെ ക്രിമിനൽസിനെ എങ്ങനെയാണ്
ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പിടിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരുങ്ങിക്കെട്ടി മോനെ നീ വാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഒളിവിൽ പോകും. അത് അണ്ണൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു കൊടുത്തൊരു കേസാണ്. അണ്ണൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ട ഇപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് MLA സ്ഥാനം രാജിവെക്കരുത്, മുങ്ങുക എന്ന് തമ്പനെയിൽ വ്യക്തമായിട്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരു സാധനമാണ്. അവ ഒളിവിൽ പോകും. എന്നിട്ട് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭീകരനെ പോലെയാണ് പിടിച്ചുകൊണ്ട് പോയത്, രാഹുൽ മാങ്കൂട്ട ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അവൻ തങ്ക കട്ടിയാണെന്ന്. നാണം ഉണ്ടാവുക തനിക്ക് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. വിഷമമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും ഇതായിട്ട് അധപ്പതിച്ച് പോയതിൽ വിഷമമുണ്ട്. സംഭവം മാധ്യമപ്രവർത്തനവും മറ്റേ കിടുങ്കാജിയൊക്കെ തന്നെ, അത് ഞാൻ സമ്മതിച്ചിരുന്നു. പക്ഷേ ഈ കേസിൽ അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നെങ്കിൽ വന്നോട്ടെ, അവിടെയും ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മാധ്യമപ്രവർത്തകനായിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഷാജൻ സ്കറിയ അല്ലാതെ കോൺഗ്രസിൻ്റെ മൂട് താങ്ങുന്ന ഒരാളായിട്ടോ പിണിയാളായിട്ടോ മാറുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇപ്പോൾ CPMൻ്റെ മൂട് താങ്ങുന്ന മാധ്യമപ്രവർത്തകരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അതുകൊണ്ട് ഷാജൻ സ്കറിയും മറുനാടൻ മലയാളിയും ഇങ്ങനെ നിഷ്പക്ഷത കളിച്ച് നിന്നാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂട് അണ്ണൻ താങ്ങണ്ട കേട്ടോ. രാഹുൽ മാങ്കൂട്ടം എന്താണെങ്കിലും അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. ഇത് പരസ്യമായിട്ട് മൂട് താങ്ങണം. ഈ കേസ് ഞാൻ ആദ്യം മുതലേ ഞാൻ നിരീക്ഷിക്കുകയാണ്. അതായത് മറുനാടൻ മലയാളിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ആദ്യം ദേശാഭിമാനിയിലാണ് വാർത്ത വന്നത്. അന്ന് പേരും പുല്ലൊന്നും ഇല്ലായിരുന്നു വാർത്തയ്ക്ക്. രാഹുൽ മാങ്കൂട്ടമൊന്നുമില്ല, അതിജീവിതയൊന്നുമില്ല. ഒരു പരാതി ഒരു കോൺഗ്രസ് നേതാവിനെതിരെ, യുവ കോൺഗ്രസ് നേതാവിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നു, അതിൽ ചർച്ചയൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അണ്ണൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ദേശാഭിമാനി ഉദ്ദേശിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ ഒരു യുവതിയില്ല, ആ യുവതി വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അവനെ കടിച്ചു കീറൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ കേസ് ഇപ്പോൾ 3ാമത്തെ കേസാണ്. അണ്ണൻ്റെ ഇന്നത്തെ തമ്പുനെയിലെന്ന് പറഞ്ഞാൽ എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻ ബേസ് കൂടിയെന്ന് പീഡന കേസ് കാരണം. നല്ല ബെസ്റ്റ് മാധ്യമപ്രവർത്തനം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജയിലിൽ കിടന്ന് പണി തുടങ്ങി, മാങ്കൂട്ടത്തിനെ പിന്തുണ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് CPM മിണ്ടിയാൽ ജയിലാണ്. സംഭവം CPM നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്. CPM നിങ്ങളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്, നാളെയും വേട്ടയാടുമായിരിക്കും. അങ്ങനെ വേട്ടയാടുന്ന ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വരണമെന്ന് പറഞ്ഞ് അത് തെറ്റൊന്നുമില്ല, ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. കോൺഗ്രസ് വരണമെന്ന് നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു കോൺഗ്രസ്സുകാരനായി തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്തിനാണ് ഈ പെണ്ണുപിടിയൻ്റെ ഊട് താങ്ങുന്നതെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ കോൺഗ്രസ് അല്ല സീറ്റും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാൻ. ഈ പെണ്ണുപിടിയൻ്റെയൊക്കെ മൂട് താങ്ങുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ആരാണ് ഇവിടെ പിന്തുണയ്ക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? സാധാരണക്കാരായിട്ടുള്ള യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ്സിലെ ചില വനിതാ നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടായിരിക്കാം. അത് പ്യുവർ പൊളിറ്റിക്കൽ താല്പര്യം കൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് പിന്തുണയ്ക്കുന്നത്. അവരാണ് അണ്ണനെ എതിർക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അണ്ണൻ പറയുന്നത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കൂ, ഫേസ്ബുക്ക് എടുത്ത് നോക്കൂ, യൂട്യൂബ് എടുത്ത് നോക്കൂ, ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് നോക്കൂ. പിന്നെ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റാണല്ലോ വോട്ടായിട്ട് മാറാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ ആണല്ലോ ജീവിതം. അപ്പോൾ അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ താഴെ ഞാനും നോക്കുന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അതിൻ്റെ താഴെ ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മസ്താനി ഉണ്ടല്ലോ, മസ്താനി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫെയിം ആയിട്ടുള്ള പെണ്ണും പിള്ളേരെ മുമ്പിൽ സിബൂരി കാണിച്ച സവാദ് എന്ന് പറഞ്ഞ ഒരുത്തമുണ്ട്. അവനെയും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുകാർ വെള്ളപൂശി ഇറക്കിയതാണ്. അവ അടുത്ത ബസ്സിൽ കയറി വീണ്ടും സുബൂരി കാണിച്ചു. സമാനമായിട്ടുള്ള രീതിയിൽ ഇവൻ ഒരു പീഡന കേസ് വന്നു, പൊളിറ്റിക്കൽ ഇസ്ലാം പിന്തുണച്ചു, ആ സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമികാരെല്ലാം കൂടെ കയറി പിന്തുണച്ചു. ഇവനെ കുളിപ്പിച്ച് ചവിട്ടി അരച്ച് ഇവനെ വെളുപ്പിച്ച് വെളിയിലിറക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കാണാം അടുത്ത കേസ് വന്നു. ഇപ്പോൾ അടുത്ത കേസ് വന്നു. അവന്മാർ പതുക്കെ പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അണ്ണനാണ് ഇവൻ രാഹുൽ മാങ്കൂട്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല, അണ്ണൻ പാവമാണ്, ഒന്നും ചെയ്യലും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോടതി പുറത്തുനിന്ന് വരുന്നെങ്കിൽ വന്നോട്ടെ. ബലാത്സംഗ കേസ് ഇതിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, ബലാത്സംഗമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി മൊഴി പ്ലസ് തെളിവ് പരിശോധിച്ച് കോടതി പറഞ്ഞത് ഇരയെ വിളിച്ചു വരുത്തി ഹോട്ടലിൽ മുറിയെടുപ്പിച്ച് ഉഭയസമ്മത പ്രകാരമല്ലാതെ ബലാത്സംഗം നടത്തി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് നിയമവിരുദ്ധം, ചട്ടം ലംഘിച്ചു, പരാതിക്കാരി വിദേശത്താണ്, നേരിട്ടെത്തി ഒപ്പിടണം. ഇതാണ് അണ്ണനും പറഞ്ഞ പോയിന്റ് എന്ന് എനിക്കറിയാം. അതായത് പരാതിക്കാരി വിദേശത്താണ്, നേരിട്ട് വന്ന് ഒപ്പിടണം. അങ്ങനെ പരാതിക്കാരി നേരിട്ട് ഒപ്പിടാതെ സെറ്റപ്പ് ഒന്നും നടക്കില്ലെന്ന് അണ്ണൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിനെ കോടതി എടുത്ത് ഉടുക്കും എന്നാണ് അണ്ണൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ BNS ആണ് പഴയ നിയമമൊക്കെ പോയി. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പുതിയ നിയമമൊക്കെ കൊണ്ടുവന്ന് അറിഞ്ഞല്ലോ. ഇപ്പോൾ വിദേശത്ത് ഇരുന്ന് എന്ത് തലവഴിത്തരം കാണിച്ചാൽ ഇന്ത്യക്കാരനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് തൂക്കാം, അല്ലെങ്കിൽ അവിടെ പോയി തൂക്കാം. ഒരു നിയമപരമായിട്ടുള്ള ഒരു നൂലാമാലകളും അതിനകത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. നേരിട്ട് അതിജീവിതം എന്ത് ചെയ്തു?
കോടതിക്ക് ഇമെയിൽ അയച്ചു. കോടതി എന്ത് ചെയ്തു? അതിന് മറുപടിയും കൊടുത്തു. എന്താണ്? ഈ ഡിജിറ്റൽ ഒപ്പാണ് അതിജീവിത ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാലും വീഡിയോ കോൺഫറൻസ് വഴി സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ആ വീഡിയോ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി അയച്ചു കൊടുത്ത് എന്ത് ചെയ്തു? ഡിജിറ്റൽ ഒപ്പിട്ട് ഇങ്ങോട്ടേക്ക് മേടിച്ചു എന്നുള്ളത് മാത്രമല്ല, കോടതിയിൽ മെയിൽ അയച്ച് അതിജീവിത പറയുകയും ചെയ്തു. എന്താണ്? ഞാൻ വേണമെങ്കിൽ വരാം എന്ന് അതിജീവിത പറയുകയും ചെയ്തു. പോരാത്തതിന് ഇതെല്ലാം നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? സർക്കാർ നടപടികൾ പാലിച്ച് എംബസി വഴിയാണ് ഔദ്യോഗികമായി നടത്തിയിരിക്കുന്നത്. ഇത് ചട്ടവിരുദ്ധമല്ല. ഇത്രയും കാര്യങ്ങൾ മതി. അല്ലാതെ അതിജീവിതം ഇങ്ങ് വന്ന് ഡയറക്റ്റായിട്ട് ഒപ്പിടേണ്ട യാതൊരുവിധ ആവശ്യവും ഇപ്പം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പ്രതി മുമ്പ് ഇതേ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മോഡസ് ഓപ്പറാണ്ടി ഇങ്ങനെയാണ്, യവ അഴുക്ക് അലവലാതിയാണെന്ന് കോടതി പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ള മൂന്നാമത്തെ ആരോപണമാണ്. ഇനി 3 കഴിയുമ്പോൾ 4ാമത്തെ വരും. ഒരുപാട് സാധനങ്ങൾ ഇനിയും കിടപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അണ്ണനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ മാധ്യമപ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും അറിയാം ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നെന്ന്. പോക്സോ കേസ് വരെ വരാൻ കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പ്രതി ഏർപ്പെട്ട കുറ്റകൃത്യം സമാനമായിട്ടുള്ള സാഹചര്യം 3ഉം ഒരുപോലെയാണ്. മുഖവിലക്കെടുക്കണം. നമ്മളെ റിപ്പോർട്ടർ ചാനൽ ട്രിപ്പ് പോർട്ടർ ഒരു മാപ്പ് ഇട്ടത് കണ്ടായിരുന്നു. അതിജീവിത 1, അതിജീവിത 2, അതിജീവിത 3 എല്ലാത്തിലും ഓരോരോ ടിക്കൊക്കെ ഇട്ട് മാപ്പിടുക. അതുപോലെ സമാനമായിട്ടുള്ള കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്ന 3ലും. പോരാത്തതിന് ഈ സൈബർ ആക്രമണം അത് കോടതി ചൂണ്ടിക്കാട്ടി. സൈബർ അണ്ണം പറഞ്ഞില്ലേ വേട്ടപ്പട്ടികളെന്ന്, ആ വേട്ടപ്പട്ടികൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേട്ടപ്പട്ടികൾ ഈ അതിജീവിതമാരെ കടിച്ചു പറിക്കുന്നത് കോടതി എന്ത് ചെയ്തു? കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സുഖിപ്പിച്ച് ഈ അതിജീവിതമാരെ വേട്ടപ്പട്ടികൾക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുന്ന ചില സുരേഷ് ഗോപി പറഞ്ഞതുപോലെ മറ്റേ മോന്മാരെയും കോടതി ഇതിനകത്ത് എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും രാഹുൽ മാങ്കൂട്ട MLA പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ട MLAക്ക് കൊടുക്കാൻ പറ്റില്ല, ജാമ്യം കൊടുക്കാൻ പറ്റില്ല. തിങ്കളാഴ്ച വേണമെങ്കിൽ ജില്ലാ കോടതിയിലോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഇനി ജില്ലാ കോടതിയിൽ വാദം കേൾക്കും. ജില്ലാ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും എന്നാണ് വേറെ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മുടെ രാഹുൽ ഈശ്വർ അടക്കമുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അണ്ണനോട് എനിക്ക് പറയാനുള്ളത്, ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ല നല്ല വാർത്തകൾ കൊടുത്ത് ജീവിക്കണം എന്നുള്ളതാണ്. അത് നല്ല നല്ല വാർത്തകളാണ് കൊടുക്കുന്നത്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊക്കെ അണ്ണൻ്റെ മുമ്പിൽ അണ്ണനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഒന്നുമല്ല. അണ്ണൻ ഈ വൃത്തികെട്ട ഈ ഗർഭശ്രീമാൻ്റെയും ഈ പെണ്ണുകൂടിയൻ്റെയും ഒന്നും മൂടൊന്നും താങ്ങാൻ പോകരുത്. മാനമര്യാദയ്ക്ക് ജീവിക്കണം. അണ്ണൻ്റെ പുതിയ AI സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനകത്ത് അണ്ണൻ മറുനാടൻ മലയാളിയെ പോലെ ഷഡ്ഡിയൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് നാട്ടുകാരൊക്കെ കണ്ടു ഒന്ന് ഉൾപ്പുളകിതരായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ നാറ്റക്കേസ് കൂടെ ഏറ്റുപിടിക്കരുത്. അപ്പോൾ ശരി.